ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗാണ് എടുക്കുന്നത്. രാവിലെ തന്നെ ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം മാത്സാണ് പഠിച്ചത്. പ്രീവിയസ് ഇയറായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കമൻറ്റിൽ ചോദിച്ചു, ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സാവുക എന്നത്. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ 3 സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ GKയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. പിന്നെ ഏതൊരു എക്സാമിനെയും അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ആ എക്സാമിൻസിൻ്റെ ഡിമാൻഡുകളെ പറ്റി നമ്മൾ സ്വയമായിട്ടൊരു റിസർച്ച് നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നെ ഓരോരുത്തരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സസുകളൊക്കെ ഡിഫറൻ്റ് ആണല്ലോ. ഇപ്പോൾ ചിലർക്ക് മാത്സ് എളുപ്പമായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സൊക്കെ അനുസരിച്ച് നമ്മുടെ ഒരു സ്ട്രാറ്റജി മാറ്റുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം സെക്കൻഡ് സെഷനിൽ ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്. 2024 ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു യൂട്യൂബ് വീഡിയോയാണ് കണ്ടത്. ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സാകാൻ വേണ്ടിയിട്ട് കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. കാരണം ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സസ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഡിഫറൻസ്, നമ്മളിപ്പോൾ 10th ലെവൽ +2 ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അത് കുറച്ചും കൂടെ ഫാക്ച്വലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ഫാക്ച്വലായിട്ട് അറിയണം. അപ്പം അതിന് നമുക്ക് റാങ്ക് ഫയലും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാംസിന് നമുക്ക് ഫാക്ച്വൽ നോളജ് വേണം, ബട്ട് സ്റ്റിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാക്ച്വൽ നോളജ് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ്, ഇപ്പം NCERT, SCERT ഒക്കെ വായിക്കുന്നത് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്ത സെക്ഷൻ ഞാൻ GK ആണ് പഠിച്ചത്. GKയിൽ സ്ഥിരമായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് ട്രാവൻകൂർ ഹിസ്റ്ററി. ലാസ്റ്റ് ടൈമും ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാർത്താണ്ഡവർമ്മ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് മാർത്താണ്ഡവർമ്മയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ട്രാവൻകൂർ ഹിസ്റ്ററിയുടെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയും അതുവരെയുള്ള ടോപ്പിക്കിൻ്റെ ഒരു PYQ കൂടി. അത് മെയിനായിട്ടും 10th and +2 ലെവലിൻ്റെ PYQ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.